ബെർണാഡോ സിൽവ ആൻഡ് മാർക്ക് കുക്രയ, ആർ ദേ ദ പെർഫെക്റ്റ് സൈനിങ്സ് ഫോർ റയൽ മാഡ്രിഡ്? വ്യക്തമായിട്ട് ലമീൻ യമാലിനെ പൂട്ടാൻ വേണ്ടി തന്നെയല്ലേ മാർക്ക് കുക്രയനെ മൊറീഞ്ഞോ ഇവിടെ കൊണ്ടുവരുന്നത്? ആൻഡ് വൈ ബെർണാഡോ സിൽവ? റയൽ മാഡ്രിഡിൻ്റെ ഒരു നോർമൽ പാറ്റേൺ ബൈയിങ്ങേ അല്ല ബെർണാഡോ സിൽവ എന്ന് തന്നെ വേണം പറയാൻ. ബിക്കോസ് ഈസ് ഓൾമോസ്റ്റ് 30. 30 വയസ്സായ ഒരു പ്ലെയറിനെ എന്തിനാണ് മൊറീഞ്ഞോ മാഡ്രിഡിലേക്ക് കൊണ്ടുവരുന്നത്, ബെർണാബുവിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം. വൈ? ബിക്കോസ് ബെർണാഡോ സിൽവ ബ്രിങ്സ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ടു ദ ലോക്കർ റൂം. ഇത് തന്നെയായിരിക്കും ഉത്തരം. ആൻഡ് ദ വർക്ക് റേറ്റ്, ആളുടെ വർക്ക് റേറ്റ് എന്ന് പറയുന്നത് എക്സെപ്ഷണൽ ആണ്. നമുക്ക് വേൾഡ് കപ്പിൽ കണ്ടു ആൾക്ക് അധികം ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആളൊരു ടീം സ്പിരിറ്റിൽ കളിക്കുമ്പോൾ 101% ഒരു ടീമിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുള്ള ഒരു പ്ലെയർ തന്നെയാണ് ബെർണാഡോ സിൽവ. ആൻഡ് വൈ എ മിഡ്ഫീൽഡർ റാദർ ദാൻ ഗെറ്റിംഗ് എ ഡിഫൻഡർ? ഡിഫൻഡർ ഓൾറെഡി അവിടെ ഉണ്ട്, കൊണാറ്റയും ഡംഫ്രൈസും ഓൾറെഡി വന്നിട്ടുണ്ട്. ആൻഡ് മാർക്ക് കുക്രയെ ചേരുമ്പോൾ ഒരു മിഡ്ഫീൽഡറിനെ തന്നെയാണ് അവർക്ക് ആവശ്യം, വിച്ച് മീൻസ് ഇറ്റ് വിൽ അലൗസ് റയൽ മാഡ്രിഡ്സ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ലൈക്ക് അർദ ഗുലറിനും ജൂഡ് ബെല്ലിംഗ്ഹാമിനൊക്കെ കുറച്ചും കൂടി ആശ്വസിച്ചിട്ട് അല്ലെങ്കിൽ ശ്വാസം വിട്ട് കളിക്കാനുള്ള ഒരു സംഭവമാണ് ബെർണാഡോ സിൽവ വരുന്നതോട് കൂടിയിട്ട് മൊറീഞ്ഞോയുടെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർദ ഗുലർ ആണെങ്കിലും അർദ ഗുലർ എവിടുന്നൊക്കെ ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ സീസണിൽ. ജൂഡ് ബെല്ലിംഗ്ഹാം ആണെങ്കിൽ എന്ത് വലിയ ഫോമിലാണ് വേൾഡ് കപ്പ് കഴിഞ്ഞ് വരുന്നത് നമുക്കറിയാം. ആൻഡ് അങ്ങനത്തെ ഒരു പ്ലെയറിനെ ഒരിക്കലും മൊറീഞ്ഞോന് ഡിഫൻസിൻ്റെ പണിയും കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ബെർണാഡോ സിൽവ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡിലേക്ക് ഇടം പിടിച്ചതെന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടു ഒരുപാട് പഴിയേറ്റ റയൽ മാഡ്രിഡ് സ്ക്വാഡിൽ ചത്ത് പണിയെടുത്തൊരു പ്ലെയറാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. എന്നാൽ ആ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ശ്വാസം വിടാൻ അനുവദിക്കുന്നതോട് കൂടിയിട്ട് റയൽ മാഡ്രിഡും മൊറീഞ്ഞോയും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ്, മേക്ക് ദം മോർ അഗ്രസീവ് ആൻഡ് എക്സെപ്ഷണൽ അറ്റാക്കിംഗ് മോഡ് ഓണാക്കാനുള്ള പ്ലാനിൽ തന്നെയാണ് ബെർണാഡോ സിൽവനെ കൊണ്ടുവന്നാക്കുന്നത്. നമുക്ക് ഇനി കാത്തിരിക്കാം ബെർണാഡോ സിൽവയ്ക്ക് എന്തോരം ടൈം കിട്ടുന്നൊക്കെ. കാരണം ആൾ ഓൾറെഡി പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ്. ആളുടെ വർക്ക് റേറ്റ് എല്ലാം വളരെ 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 വ്യക്തമായിട്ട് മൊറീഞ്ഞോ പഠിച്ചിട്ട് തന്നെയാണ് കേട്ടോ ബെർണാഡോ സിൽവനെ മാഡ്രിഡിലേക്ക് കൊണ്ടുവരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വൈ കുക്കുറയ? വൈ നോട്ട് കുക്കുറയ എന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം നമുക്കൊന്ന് എത്തി നോക്കാം. ചെൽസി വേഴ്സസ് ബാഴ്സലോണ മത്സരത്തിൽ ലമീൻ യമാൽ എന്ന് പറയുന്ന പ്ലെയറിനെ ഇടം വലം നോക്കാൻ പറ്റാണ്ട് പൂട്ടിയിട്ട ഒരു കളിയായിരുന്നു ആ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നമ്മൾ കണ്ടത്. US നടന്ന ക്ലബ് വേൾഡ് കപ്പിൽ PSG കളിക്കുമ്പോൾ ഡെംബെലനെ പൂട്ടിയതും ഈ മാർക്ക് കുക്കുറയുടെ കാലുകളാണ്. സോ ജോസെ മൗറീഞ്ഞോയ്ക്ക് ആവശ്യം അഗ്രസീവായിട്ട് പല റോളും കളിക്കാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് ബാക്കിനെയാണ്. യെസ്, ആൾ വേണമെങ്കിൽ മിഡ്ഫീൽഡ് കളിക്കാം, അല്ലെങ്കിൽ ഒരു ഇറക്കിയിട്ടിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് കളിക്കാം, അല്ലെങ്കിൽ ഒരു വിങ്ങിൽ വരെ ഓവർലാപ്പ് ചെയ്തിട്ട് വിനീഷ്യസിന് സപ്പോർട്ട് എടുക്കാൻ പോലും കഴിയുന്ന ഒരു താരത്തിനെയാണ് മൊറീഞ്ഞോ കാത്തിരുന്നത് അല്ലെങ്കിൽ അന്വേഷിച്ച് നടന്നത്. ആൻഡ് ഹിസ് ആൻസർ ഈസ് ആൻഡ് ദാറ്റ് ആൻസർ ഫോർ മാഡ്രിഡ് ഫാൻസ് ഇസ് മാർക്ക് കുക്കുറയ. ആൾ ബ്രൈറ്റൺ തന്നെ തുടങ്ങിയതാണ് ഈ പരിപാടി. ബ്രൈറ്റൻ്റെ മുൻ കോച്ചായിരുന്ന ഗ്രഹാം പോട്ടർ ആളാണ് കുക്കുറയനെ ശരിക്കും ആദ്യം തൊട്ട് പല സീസണുകളിൽ അല്ലെങ്കിൽ പല പൊസിഷനുകളിലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ആൻഡ് അതിൽ നേരെ ചെൽസിയിലേക്ക് വരികയും ചെൽസിയിൽ നിന്ന് പല കോച്ചുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് പല പൊസിഷനിലും ആൾക്ക് പല സിറ്റുവേഷൻസിലും ഒരുപാട് ടെർബുലൻസ് ഉള്ള ചെൽസിയിൽ ആൾക്ക് കളിച്ചിട്ട് ഇഷ്ടം പോലെ ആളുടെ നമ്പേഴ്സും സ്റ്റാറ്റ്സും നോക്കിക്കഴിഞ്ഞാൽ ആൾ എന്തോരം ചെൽസിയിൽ എഫിഷ്യൻ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവട്ടോ. അതിനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് 2 മാച്ചസാണ് ക്ലബ് വേൾഡ് കപ്പ് അഗെയിൻസ്റ്റ് PSG ആൻഡ് ചാമ്പ്യൻസ് ലീഗ് അഗെയിൻസ്റ്റ് ബാഴ്സലോണ. ലമീൻ യമാൽ പോലുള്ള ഒരു ഗംഭീര അറ്റാക്കിംഗ് നിര ആൾ ചിലപ്പോൾ ഒരു ഫ്ലാഷി ഡിഫൻസോ അല്ലെങ്കിൽ ഒരു ഗംഭീര ടാക്കിളോ അല്ലെങ്കിൽ ഒരു വലിയ ഷോ സ്റ്റോപ്പർ ഓഫ് ദ ഗെയിമോ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ബട്ട് അയാൾ ഫ്ലോ നശിപ്പിക്കും. അറ്റാക്കിൻ്റെ മുനയൊടിക്കുന്നത് ഫ്ലോ ആണ്. അപ്പോൾ ആ ഫ്ലോ നശിപ്പിക്കാനുള്ള ശക്തിയാണ് മാർക്ക് കുക്കുറയ വരുന്നതോട് കൂടിയിട്ട് ലെഫ്റ്റ് ഫ്ലാങ്കിൽ റയൽ മാഡ്രിഡ് ഇംപ്ലാന്റ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ലമീൻ യമാൽ പലതവണ ഒരുപാട് ഡിഫൻഡേഴ്സിനിട്ട് വട്ടം കറക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും മാർക്ക് കുക്കുറയനെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ആ മാച്ചിൽ ആ ബാഴ്സലോണനെ തകർത്ത ചെൽസിയുടെ ആ മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു. ആൻഡ് ഈസ് നൺ അതർ ദാൻ മാർക്ക് കുക്കുറയ. ആൻഡ് ഈവൻ മൊറീഞ്ഞോയ്ക്ക് ലെഫ്റ്റ് ബാക്കിൽ മാത്രം നിന്നിട്ട് ഒരു പൊസിഷനിൽ മാത്രം കളിക്കുന്ന പ്ലെയറിനെ അല്ലായിരുന്നു ആവശ്യം. ആൾക്കാവശ്യം വളരെ വ്യത്യസ്തമായിട്ട് പല പൊസിഷനിലും ഈക്വലൻ്റ് ആയിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന, അതേപോലെ ടീമിനൊരു അഗ്രസീവ്നെസ് കൊടുക്കുന്ന ഒരു പ്ലെയറിനെ ആയിരുന്നു ആൾക്കാവശ്യം. ആൻഡ് ഐ തിങ്ക് ഹി ഫൗണ്ട് ദ റൈറ്റ് പേഴ്സൺ. ആൻഡ് നമ്മളത് സ്പാനിഷ് ടീമിലൂടെ കണ്ടതാണ്, വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്.
എന്തോരം റൈറ്റ് വിങ് ഫോർവേഡുകളുടെ അറ്റാക്കിൻ്റെ വഴി മുടക്കി നിന്ന പ്ലെയറാണ് മാർക്ക് കുക്കുറയ. ആൻഡ് മാർക്ക് കുക്കുറയ ഈസ് ദ ബെസ്റ്റ് സൈനിങ് ഓഫ് ദ സീസൺ ഫോർ എനി ക്ലബ് ഇൻ യൂറോപ്പ് ഫോർ മീ. ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈനിങ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് കാണുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ട്രാൻസ്ഫർ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ആൻഡ് മൈ വേർഡിക്റ്റ് ഈസ് ബെർണാഡോ സിൽവ. ഐ എം നോട്ട് ഷുവർ ഹൗ പെർഫെക്റ്റ് ഈസ്, ബട്ട് മാർക്ക് കുക്കുറയ, ഹീ ഈസ് എ പെർഫെക്റ്റ് മാച്ച് for Real Madrid and he is from La Masia.